ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുടെ തറക്കല്ലിടിയിൽ നടക്കും. രാഹുൽ ഗാന്ധി ഉദ്ഘാടനം നിർവഹിക്കും. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിലാണ് ആദ്യഘട്ടത്തിലെ 100 വീടുകൾ നിർമ്മിക്കുന്നത്. ദുരന്തത്തിൽ നഷ്ടമുണ്ടായ 40 കെട്ടിട ഉടമകൾക്ക് ചടങ്ങിൽ വെച്ച് 5 ലക്ഷം രൂപ വീതം നൽകുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, സർക്കാരിന്റെ വീട് 1-ാം തീയതി താക്കോൽ കൈമാറ്റം നടക്കും. അതിനു മുൻപ് തന്നെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച സ്ഥലത്ത് ഇപ്പോൾ ദീപക് നിൽക്കുന്നത് അവിടെയാണെന്ന് തോന്നുന്നു. അതൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. മറുഭാഗത്ത് കൽപ്പറ്റ ഇൻസ്റ്റലിലെ ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ഇതിപ്പോൾ ഇന്ന് തറക്കല്ലിട്ട് കഴിഞ്ഞാൽ വളരെ വേഗം നിർമ്മാണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. എപ്പോഴാണ് തറക്കല്ലിടിയിൽ പദ്ധതി ഉണ്ടാവുക, പരിപാടി ഉണ്ടാവുക? രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് ദീപക്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് മേപ്പാടി പഞ്ചായത്തിലുള്ള കുന്നമ്പറ്റയിൽ കോൺഗ്രസ് വാങ്ങിയ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഈ സ്ഥലത്ത് തറക്കല്ലിടൽ ചടങ്ങ് നടക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ വലിയൊരു പവലിയൻ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം 3 ഏക്കർ 25 സെന്റ് സ്ഥലമാണ് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് വാങ്ങിയത് ഈ കുന്നമ്പറ്റയിൽ തന്നെ. ആ സ്ഥലത്ത് മുൻപ് നിറയെ കാപ്പിച്ചെടികളായിരുന്നു. ആ കാപ്പിച്ചെടികളൊക്കെ വെട്ടി ഇപ്പോൾ സ്ഥലം നിരപ്പാക്കി. പക്ഷേ വീടുകൾ നിർമ്മിക്കണമെങ്കിൽ ഇതിന് ലേഔട്ട് ചെയ്യണം. അതായത് ഓരോ വീടുകൾക്ക് എത്ര സെന്റ് സ്ഥലമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതനുസരിച്ച് ലേഔട്ട് ചെയ്ത റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും, അതായത് കിണർ പോലുള്ള കാര്യങ്ങളൊക്കെ തരംതിരിച്ചതിന് ശേഷമായിരിക്കണം വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികളിലേക്ക് പോകുക. 8 സെന്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടിയിലാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നാണ് അറിയിച്ചത്. അതനുസരിച്ച് ഈ 3 ഏക്കർ 25 സെന്റ് ഭൂമിയിൽ 50ഓളം വീടുകൾ നിർമ്മിക്കും. ഇതിനടുത്തുള്ള ഭൂമിയും ഇത്തരത്തിൽ പണം കൊടുത്ത് കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 കൂടി നടക്കുന്ന ചടങ്ങിലാണ് തറക്കല്ലിടൽ ചടങ്ങ് നടക്കുക. നിലവിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ചില നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് 2:30 കൂടി എത്തും. ഒപ്പം പ്രിയങ്ക ഗാന്ധി എംപിയും വയനാട്ടിലേക്ക് എത്തും. പ്രിയങ്ക ഗാന്ധി എംപി 10:30 കൂടിയാണ് വയനാട്ടിലേക്ക് എത്തുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കാണുന്ന ഈ JCB ഇപ്പോൾ ഇവിടെ പ്രവൃത്തി നടക്കുന്നതിന് തൊട്ട് എതിർഭാഗത്ത് മേപ്പാടി ചുണ്ടേൽ റോഡാണ്. അതായത് ഊട്ടിയിൽ നിന്നൊക്കെ എളുപ്പത്തിൽ കോഴിക്കോടേക്ക് പോകാവുന്ന പ്രധാന പാതയാണ്. ആ പാതയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് കോൺഗ്രസ് ഭവന പദ്ധതിക്കായി ഭൂമി കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ ചടങ്ങുകൾ ഏതായാലും. കാണിച്ചു കൊടുത്താൽ ദീപക്, കൽപ്പറ്റ ടൗണിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്? അരുൺകുമാർ, കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഭാഗത്തേക്കുള്ളത്. നമ്മളോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ദേവ് ചേരുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ ഈ ഭൂമി എടുത്ത സമയത്തൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വനമേഖലയാണ്. ഇപ്പോൾ എത്ര ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്? എങ്ങനെയാണ് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയൊക്കെ ആരംഭിക്കുന്നത്? മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മൾ ആദ്യം 3.5 ഏക്കർ സ്ഥലം, പിന്നെ 2.17, അങ്ങനെ 5.5 ഏക്കറിലധികം സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. വിവാദങ്ങളൊക്കെ ഇപ്പോൾ ഒരുവിധം കെട്ടടങ്ങി. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ പ്രളയ ദിനം മുതൽ പ്രളയബാധിതരെ, മുണ്ടക്കൈ ചൂരൽമല പ്രളയബാധിതരെ ചേർത്ത് പിടിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. രണ്ടാമത് കൽപ്പറ്റയിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്? അത് പ്രധാന റോഡിൽ ഇത് നമ്മുടെ കോഴിക്കോട് ഊട്ടി പാതയാണ്, ഹൈവേ റോഡാണ്. അതിൽ നിന്നും എയർ ഡിസ്റ്റൻസ് ഒരു 200 മീറ്ററും റോഡ് മാർഗം വരികയാണെങ്കിൽ 1 കിലോമീറ്ററിൽ താഴെയും ദൂരം മാത്രമാണുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വീടുകളുണ്ട്. ആനക്കാട് എന്നൊക്കെ പറയുമ്പോൾ വീടുകളുണ്ട്, മഠമുണ്ട്, റിസോർട്ടുകളുണ്ട്. ഈ ആനക്കാട് എന്നുള്ള അവരുടെ പ്രചരണമൊക്കെ റവന്യൂ മന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ അവസാനിച്ചല്ലോ. ഇപ്പോൾ നിലമൊരുക്കൽ പദ്ധതി ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിക്കണ്ടേ, ലേഔട്ടായിട്ട് സബ്ഡിവിഷൻ ചെയ്യണ്ടേ? ഇത് പൂർണ്ണമായും മനസ്സിലാക്കുന്ന അനുസരിച്ച് മുസ്ലിം ലീഗിൻ്റെ വർക്ക് എടുത്തിട്ടുള്ള നിർമ്മാണം എന്ന ഒരു കമ്പനിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അവരാണ് ബാക്കിയുള്ള ലേഔട്ടും കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ന് ഇവിടെ തറക്കല്ലിടൽ കർമ്മം നടക്കുന്ന ആ വേദിയിൽ തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക്, അതിൻ്റെ തുടർ നടപടിയിൽ അവരാണ് അത് ചെയ്തു വരുന്നത്. അരുൺകുമാർ, ഈ മേപ്പാടി ചുണ്ടേൽ റോഡ് എത്ര അടുത്താണ് കിടക്കുന്നത്? അതിന്റെ ഫ്രണ്ടേജ് ഉണ്ടോ, റോഡ് ഫ്രണ്ടേജ് ഉണ്ടോ ഈ സ്ഥലത്തിന്? ഈ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിന് കുറച്ചുകൂടി സൗകര്യമുണ്ട്. കാര്യം അത് ഒന്ന് റോഡിന്റെ അടുത്താണ്, അതിനുള്ളിൽ തന്നെ റോഡ് വരുന്നുണ്ട്, ടൗണിൽ അടുത്ത് തന്നെയാണത്. ഇതിപ്പോ ഈ ചുണ്ടേൽ മേപ്പാടി റോഡ് എവിടെയാണ്? ആ റോഡിനോട് ചേർന്നല്ലേ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്?
അരുൺകുമാർ, ഈ റോഡിനോട് ചേർന്നല്ല, റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം മാറിയാണ് ഈ പ്രധാന കോൺഗ്രസിന്റെ ഭൂമിയുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ദേവ് ഞങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ പ്രധാന റോഡ് കാണുമോ? അതാ ആ വീട് കാണുന്നതാ, അതിൻ്റെ ആ ഭാഗത്താണ് ആ തേയില കാടിനോട് ചേർന്ന് അത് ആ താഴ്വരയിലൂടെയാണ് ഹൈവേ റോഡ് പോകുന്നത്. ദൂരം ഉണ്ടാവും മെയിൻ റോഡിൽ നിന്ന്? മെയിൻ റോഡിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 1 കിലോമീറ്ററിൽ താഴെ മാത്രം റോഡ് മാർഗം വരികയാണെങ്കിൽ എയർ ഡിസ്റ്റൻസ് അതാ നമ്മൾ ആ ഇപ്പോൾ വിഷ്വലിൽ കാണുന്ന അത് തന്നെയാണ് റോഡ്. ആ പാസ് ചെയ്ത് പോകുന്ന ഞങ്ങളുടെ തോരണമൊക്കെ കാണുന്ന മെയിൻ റോഡ് കിട്ടിയതാണ്. അരുൺകുമാർ, ഞാൻ പ്രേക്ഷകർക്ക് കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാണുന്ന നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അതുൽ അമർ അല്പം കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ആ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. റോഡിൽ നിന്ന്, പ്രധാന റോഡിൽ നിന്ന് 1 കിലോമീറ്ററിൽ താഴെയാണ് ഈ കോൺഗ്രസിൻ്റെ ഭവന പദ്ധതി ഉള്ള സ്ഥലം. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ നേരത്തെ നിറയെ കാപ്പി ചെടികളൊക്കെ ആയിരുന്നു. ആ ചെടികളൊക്കെ വെട്ടി ഇപ്പോൾ ഭൂമി നിരപ്പാക്കുന്നതിന്റെ പദ്ധതി ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇപ്പോൾ 3.5 ഏക്കറും പിന്നെ ഒരു 2.50 ഏക്കറും കൂടി 2 ഏക്കർ 50 സെന്റങ്ങാണ്ട് വീണ്ടും എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 5.5 ഏക്കറുണ്ട് എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വയനാട്ടിൽ ഇവിടെ ക്യാമറ വെച്ചാൽ നല്ല ഭംഗിയായി. ഇടുക്കിയുടെ കാര്യത്തിൽ നല്ല മഞ്ഞുള്ള സ്ഥലമാണ്. ഇത് മെയിൻ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററോളം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1/2 കിലോമീറ്റർ ഇല്ല കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. മേപ്പാടി ചൂണ്ടൽ റോഡ് പോകുന്നുണ്ട്. പക്ഷേ കൽപ്പറ്റ നഗരത്തിൻ്റെ ഉള്ളിലാണ് ഈ സർക്കാർ ഏറ്റെടുത്ത ടൗൺഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ കൽപ്പറ്റയുടെ ഒരു ടൗൺഷിപ്പിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവണം എന്നില്ല. പക്ഷേ കേസും കൂട്ടമൊന്നും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ ഇന്നെന്തായാലും രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. താങ്ക് യു ദീപക്. നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാം. ഇന്ന് രാഹുൽ ഗാന്ധി എത്തി തറക്കല്ലിടിയിൽ നിർവഹിക്കുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയും തുടങ്ങും. മുസ്ലിം ലീഗിൻ്റെ ഭവനം ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. സർക്കാർ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിനോടടുപ്പിച്ച് തന്നെ ആ വീടുകളുടെ താക്കോൽ കൈമാറ്റവും ഉണ്ടാവും. അതിനോടടുപ്പിച്ച് തന്നെ മാത്രവുമല്ല ആ ഏജൻസി തന്നെയാണ് ഇത് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കെട്ടിടങ്ങളൊക്കെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.